ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലത്തെ പരിപ്പ് വടയാണ്. അപ്പോൾ പരിപ്പ് വട എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂർ വെള്ളത്തിനകത്തിട്ട് കുതിർത്തി വെള്ളമൊക്കെ കളഞ്ഞ് ഞാനിങ്ങനെ ഒരു പാത്രത്തിനകത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പരിപ്പ് നമുക്കൊരു ജാറിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് അങ്ങോട്ടേക്ക് അരയ്ക്കണ്ട കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട സവോള, അതുപോലെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, 2 നമ്മുടെ വറ്റൽമുളക്, ഇതൊന്നും നമുക്ക് ജാറിനകത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഇതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ 1 നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചതയ്ക്കാത്ത പരിപ്പ് ഇതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത് കുഴയ്ക്കുമ്പോൾ ഇതിനകത്ത് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ഇതിങ്ങനെ നമുക്ക് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉള്ളം കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് തൊടിയിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പരിപ്പ് വട ഇവിടെ പരുത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീനിച്ചട്ടി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായി നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം ഞാനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ ചായക്കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പരിപ്പ് വടയുടെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കുടിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ.